So hi all, it's me Muhammad Najib Nasser again. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം നമ്മുടെ നല്ലൊരു അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. വീഡിയോയ്ക്കെല്ലാം കുറച്ച് ലാഗും കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി അതിൻ്റെ റീസണും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ മെയിനായിട്ട് പറയുവാണെങ്കിൽ ഞാനും കുറേ നാളായി ആക്റ്റീവായിട്ട് നല്ല രീതിയിലൊന്ന് ട്രേഡിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് വേറെ കുറേ പേഴ്സണൽ കാര്യങ്ങളായിട്ട് നിന്നെയാണ്. സോ അപ്പോൾ എന്തായാലും ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് റീസ്റ്റാർട്ടാണ്. അതായത് കുറച്ച് നല്ലൊരു ഗ്യാപ്പിന് ശേഷമുള്ളൊരു റീസ്റ്റാർട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അത് ഈവൻ പ്രൊഫഷണലി ആയാലും പേഴ്സണലി ആയാലും എന്തായാലും ട്രേഡിംഗ് റിലേറ്റ് ചെയ്തിട്ട് എന്തായാലും ഇതെൻ്റെ ഒരു റീസ്റ്റാർട്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഒന്നും കൂടെ തുടങ്ങിയാണ്. എല്ലാ കാര്യങ്ങളും ഒന്നുകൂടെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് എനിക്കിപ്പോൾ സത്യത്തിൽ അനാലിസിസ് ആവശ്യമാണ്. സ്വന്തമായിട്ട് മാർക്കറ്റ് എങ്ങനെയാണ് നിൽക്കുന്നതെന്നുള്ളതെന്ന് അറിയണം. കാര്യം നിഫ്റ്റി ആയിക്കോട്ടെ, ബാങ്ക് നിഫ്റ്റി ആയിക്കോട്ടെ, ഫിൻ നിഫ്റ്റി ആയിക്കോട്ടെ, ഇതിൻ്റെ ഇടയിൽ റൂളുകൾ മാറി, ഇതിൻ്റെ ഇടയിൽ ടെക്നിക്കൽസ് കുറേ ചേഞ്ചസ് ആയി. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ നടക്കുമ്പോഴത്തേക്ക് നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ കറക്റ്റായിട്ട് നമുക്ക് എല്ലാ സമയത്തും സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ആ ഒരു ഡൈനാമിക് മൂവ്മെൻറ്റിനനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തൊരു ആബ്സെൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ടേക്ക് എ ഡീപ് ബ്രെത്ത് എന്നിട്ട് നമ്മൾ ഒരു റെസ്റ്റ് എടുത്തു. ആ സമയം കഴിഞ്ഞു. ഇനി നമ്മൾ മാർക്കറ്റിനെ ഒന്നേന്നും പറഞ്ഞ് ഒന്നുകൂടെ കാണുകയാണ്. അപ്പം ഞാൻ എന്തായാലും ഒന്നേന്നും പറഞ്ഞ് മാർക്കറ്റിനെ ആദ്യം മുതലേ ഇങ്ങനെ കണ്ടു തുടങ്ങി. അതായത് മാർക്കറ്റിന് കുറേ കാലം കൊണ്ട് ഞാൻ പ്രീവിയസ് ചില വർഷങ്ങൾക്ക് മുമ്പുള്ള ഡേറ്റാസ് വെച്ച് അന്ന് മുതലുള്ള ടെക്നിക്കൽസിൻ്റെ ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ വെച്ച് ഞാനൊന്ന് നോക്കി തുടങ്ങി. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഇതുവരെ നമ്മുടെ മാർക്കറ്റ് എവിടെ വന്ന് നിൽക്കുന്നു, എന്താണ് കണ്ടീഷൻ, ഇനി നമ്മുടെ ഷോയിൽ അങ്ങോട്ട് മുൻപോട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ പറയുമ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു പോയിന്റ് മെൻഷൻ ചെയ്യുവാണെങ്കിൽ ഉപകാരമാണ്. സോ അതെല്ലാം ഇനി എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, മാർക്കറ്റ് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ കൂടെ എങ്ങനെ പിടിക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ഒരു രത്നച്ചുരുക്കം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിൽ നൗ എന്താണ് നമ്മുടെ മാർക്കറ്റിൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ഇത് മൂന്നും കറൻ്റ്ലി ഇപ്പോൾ എങ്ങനെ നിൽക്കുകയാണ്, എന്താണ് കണ്ടീഷൻ, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളൊരു ആൻറ്റിസിപ്പേഷൻ നമ്മളിവിടെ നടത്താൻ പോവുകയാണ്. ബാക്കി കാര്യങ്ങൾ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ലൈവ് മാർക്കറ്റിൽ നമുക്ക് സെല്ലേഴ്സിൻ്റെ ഡേറ്റയും അതിനാനുപാതികമായിട്ടുള്ള ലൈവ് മാർക്കറ്റിൽ എന്തൊക്കെ ഡേറ്റാസാണോ വേണ്ടുന്നത് അതെല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ടായിരിക്കണം നമ്മളൊരു ഡിസിഷൻ എടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പൊതുവായിട്ടുള്ള ഈ വീഡിയോയുടെ ഒരു ഉള്ളടക്കമെന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ തന്നെ എനിക്ക് മെയിനായിട്ട് എടുത്തു പറയേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അതായത് ഞാനിപ്പോൾ കൂടുതലും ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് പണ്ടെന്നല്ല, ഞാൻ ട്രേഡ് ചെയ്ത് തുടങ്ങിയ സമയത്ത് ഞാൻ സപ്പോർട്ടും റെസിസ്റ്റൻസും ബേസ് ചെയ്ത് ട്രേഡ് ചെയ്ത് തുടങ്ങി. അതിനുശേഷം നമ്മൾ ട്രെൻഡ് ലൈനും കാര്യങ്ങളും വരച്ചു, അതിനുശേഷം പ്രൈസ് ആക്ഷൻ വരച്ചു. ഇതെല്ലാം ആക്ച്വലി സിമ്പിളാണ്. ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ സപ്പോർട്ടും റെസിസ്റ്റൻസും പ്രൈസ് ആക്ഷനും ഈ പറയുന്ന അല്ലെങ്കിൽ എന്താ പറയുക ഈ പറഞ്ഞ ട്രെൻഡ് ലൈൻസും ഇതെല്ലാം 2 കൂട്ടരും ചെയ്യും. ആരാണ് 2 കൂട്ടർ? ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ബിഗ് പ്ലെയേഴ്സ് അവരും ചെയ്യും, നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സും ചെയ്യും. സോ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് ജയിക്കാൻ പറ്റാത്ത കുറേ സ്ഥലങ്ങൾ മാർക്കറ്റിലുണ്ടാവും. എസ്പെഷ്യലി ട്രേഡിങ്ങിൽ ഇൻട്രാഡേ ട്രേഡിങ് ചെയ്യുന്നവർക്ക് വിജയിക്കാൻ പറ്റാത്ത കുറേ സാഹചര്യങ്ങൾ, കുറേ സിറ്റുവേഷൻസും വരും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈഗോ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മളവിടെ തോൽക്കാതിരിക്കാൻ ശ്രമിക്കണം. ജയിക്കാൻ പറ്റാത്തടുത്ത് തോൽക്കാതിരിക്കാൻ ശ്രമിക്കണം. അല്ലാതെ ഞാൻ ജയിച്ചേ തീരുമെന്ന് വാശി പിടിക്കരുത്. കാര്യം ഓഫ് കോഴ്സ് അതിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് യൂറോസും ഡോളേഴ്സും കൊണ്ട് കളിക്കുന്നവരുടെ മൈൻഡ് സെറ്റും നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ മൈൻഡ് സെറ്റും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ലോസും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ നമ്മൾ അവരുമായിട്ട് മൽപ്പിടുത്തം പിടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ആക്ച്വലി ഈ പറയുന്ന സിമ്പിൾ പ്രൈസ് ആക്ഷനും സപ്പോർട്ടും റെസിസ്റ്റൻസും ഈ പറഞ്ഞ ട്രെൻഡ് ലൈൻസും ഇതെല്ലാം അവർക്കും അറിയാം. സോ അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ഏതിലായിരിക്കും? നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ എക്സ്ട്രീം എവിടെ ആയിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളൊരിടത്ത് എൻട്രി എടുക്കുന്നു. എൻട്രി എടുത്തതിന് ശേഷം നമ്മൾ നേരെ എന്താ ചെയ്യും? എൻട്രി എടുത്തതിന് ശേഷം നമ്മളെപ്പോലുള്ളവർക്ക് ഈവൻ നമ്മൾ മാനുവലി ആണെങ്കിലും അല്ലാതെ നമ്മൾ ട്രേഡിങ്ങിൽ ആ ഒരു സിസ്റ്റത്തിൽ തന്നെ ആയാലും നമ്മൾ എന്തായാലും ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കും. അത് അക്സെപ്റ്റ് ചെയ്ത് ഇറങ്ങുമല്ലോ എന്നുള്ള കാര്യം പിന്നത്തെ കാര്യം. ചിലപ്പോൾ നമ്മുടെ ഈഗോ വർക്കൗട്ട് ആകുമ്പോൾ നമ്മളിങ്ങനെ ലോസ് വെച്ച് വെക്കൊണ്ടിരിക്കും. പക്ഷേ ഈവൻ എന്നാലും നമ്മൾ ഒരു ട്രേഡിലോട്ട് എൻ്റർ ആകുമ്പോൾ നമ്മൾ ഇന്നടുത്ത് എത്തുമ്പോഴത്തേക്ക് ഒരു ലോസ് വെക്കാം. അങ്ങനെ ഒരു 100% നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സ് കരുതുന്നെങ്കിൽ അതിനകത്തൊരു 70% ആൾക്കാർ ഈ ഒരു ലോസ് ബുക്ക് ചെയ്തിട്ട് ഇറങ്ങുന്നതെന്ന് വെച്ചു. ബാക്കി 30% ആൾക്കാർ ലോസ് ഇങ്ങനെ നീട്ടി കൊണ്ടുപോകും. ചിലപ്പോൾ അവർ പ്രോഫിറ്റിലാവാം. പക്ഷേ ഈ 70% ആൾക്കാർ ഒരു സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്തിട്ട് അത് ബുക്ക് ചെയ്യുന്നതെന്ന് വെച്ചോ. സോ
ആ ഒരു സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യുന്നതും ബാക്കി നമ്മൾ ട്രേഡ് ചെയ്യുന്ന രീതികളും എല്ലാം കംപ്ലീറ്റ്ലി ട്രഡീഷണൽ ആയിട്ടുള്ള ഈ ഒരു പറയുന്ന സപ്പോർട്ടും റെസിസ്റ്റൻസും ഈ പറയുന്ന ട്രെൻഡ് ലൈനും ഈ പറയുന്ന പ്രൈസ് ആക്ഷനും ബേസ് ചെയ്ത് ചെയ്യാൻ ഇനിയും നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് നല്ലൊരു ട്രേഡിങ്ങിൽ സക്സസ് ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം വേറൊന്നും കൊണ്ടല്ല, ട്രേഡിങ് വളരെ ബൂമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പം സിംഹം കാട്ടിലൂടെ പോകുന്ന സമയത്ത് ഈ വേട്ടയ്ക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അല്ലെ പുലിയെ പിടിക്കാനോ അല്ലെ മാനെ പിടിക്കാനോ എങ്ങനെയോ വേട്ടയ്ക്ക് പോകുന്ന ആൾക്കാരുണ്ടല്ലോ. ഈ വേട്ടയ്ക്ക് പോകുന്ന ആൾക്കാർ അവരറിയുന്നു ഇന്നടുത്ത് താണ്ട ഇന്ന അണക്കൊരു മാൻ നിപ്പുണ്ട് അല്ലെങ്കിൽ ഇന്ന അണക്കൊരു പുലി നിപ്പുണ്ട്, നേരെ നമുക്ക് ഇതിനെ പോയി വെടിവെച്ചു എന്ന് ഇല്ല. എങ്ങനെയാണ് നമ്മൾ ഒരു വേട്ടയ്ക്ക് പോകുമ്പോഴത്തേക്ക് ഒരാളെ അല്ലെങ്കിൽ ആ ഒരു ഐറ്റത്തിനെ നമ്മൾ പിടിക്കുന്നത് എങ്ങനെയാണ്? എന്തെങ്കിലുമൊക്കെ ഒരു പാത്ത് വെച്ചിട്ടായിരിക്കും ഈ പറയുന്ന സാധനങ്ങളെല്ലാം പോകുന്നത്. അത് ഏത് വലിയ മൃഗമായാലും ഏത് വലിയ മനുഷ്യനായാലും ഏത് വലിയ ട്രേഡിംഗ് സിസ്റ്റം ആയാലും ഇവരെല്ലാം പോകുന്ന വഴിയിൽ കുറച്ച് കാര്യങ്ങൾ ഇട്ടിട്ട് പോകും. എന്തെങ്കിലും ഒരു ഓപ്ഷൻ, ഇപ്പോൾ പറയത്തില്ല ദൈവത്തിൻ്റെ ഒരു കൈയെന്നോ അല്ലെങ്കിൽ ഒരു ലൂപ്പ് ഹോളെന്നോ അല്ലെങ്കിൽ ഒരു വഴിയെന്നോ എന്തെങ്കിലും ഒന്ന് കാണുമെന്ന് പറയത്തില്ലേ, അതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇട്ടിട്ട് വെച്ചിട്ടായിരിക്കും ഈ പറയുന്ന ബിഗ് പ്ലെയേഴ്സും ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം പോണത്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അവരുടെ കൂടെ നിൽക്കാനായിട്ട് ശ്രമിക്കുക, അല്ലാത്ത പക്ഷം അവരുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി അവരവിടെ എൻട്രി എടുത്തെന്ന് ഉറപ്പായതിന് ശേഷം മാത്രം നമ്മൾ എൻട്രി എടുക്കുക. ഓക്കെ, അവരുള്ള സ്ഥലം കണ്ടെത്തുക, അല്ലെങ്കിൽ അവർ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എൻട്രി എടുക്കുക. സോ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഞാൻ എന്തിനാണ് പറയുന്നതെന്ന് വെക്കാൻ, സിംപ്ലി സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ട്രെൻഡ് ലൈന്, പ്രൈസ് ആക്ഷൻ, ഓഫ് കോഴ്സ് ഇതെല്ലാം വർക്ക് ചെയ്യും. പക്ഷേ ഇതൊരു 50 തവണ നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് 30 തവണയും നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുക്കും. പക്ഷെ കറക്റ്റായിട്ട് നമ്മൾ വിചാരിക്കുന്ന കണക്ക് ഇത് മൂവ്മെൻറ്റ് കിടക്കും, നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് പോവും. അപ്പോൾ ഇനി അത്തരത്തിലുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് വരാതിരിക്കാനൊക്കെയാണ് ആക്ച്വലി നമ്മൾ ഷോ ഇന്നലെ കണ്ടിട്ടുള്ളവരാണെങ്കിലും നിങ്ങൾ പുതിയ കുറേ കാര്യങ്ങൾ കണ്ടു കാണും. അത് ബെയറിഷ് ഇൻസൈഡർ, ബുള്ളിഷ് ഇൻസൈഡർ, അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് ICC കൺഫർമേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ നമ്മുടെ ചാർട്ടിൽ ഇനി കാണും. അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വലിയ വലിയ താപ്പാനകൾ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളാണ്, അല്ലെങ്കിൽ അവർ എൻട്രി എടുത്തിട്ടുള്ള സ്ഥലങ്ങൾ ഡിഫറെൻറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടുള്ള സോണുകളാണ്. അപ്പോൾ അതെങ്ങനെ വേണമെന്നൊക്കെ ഉള്ള ഞാൻ ITS സീരീസ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ചാർട്ടിൽ കാണുന്ന ആ സംഭവങ്ങൾ അതൊക്കെ ആയിരിക്കും. ഇന്ന് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. സോ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ആദ്യം മുതലേ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം തൊട്ട് എല്ലാം, നിഫ്റ്റി എവിടെയാണ്, ബാങ്ക് നിഫ്റ്റി എവിടെയാണ്, ഫിൻ നിഫ്റ്റി എവിടെയാണ്, എന്താ അതിൻ്റെ കണ്ടീഷൻ എന്നൊക്കെ നോക്കാം. വർഷങ്ങൾക്ക് മുമ്പെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് ഡേറ്റാസും കാര്യങ്ങളൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ച, കംപ്ലീറ്റ്ലി ടെക്നിക്കൽസിൽ വർഷങ്ങൾ മുമ്പുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് നോക്കി തീർക്കാവുന്ന കേസേ ഉള്ളൂ അല്ലേ. സോ ഇനി വേറെ കാര്യങ്ങൾ പറഞ്ഞ് ചെലവ് പിടിച്ച് ഞാൻ നീട്ടുന്നില്ല. ഇപ്പോൾ തന്നെ ഇൻട്രൊഡക്ഷൻ കുറച്ച് നീണ്ടുപോയെന്ന് എനിക്കറിയാം. എനിവേ സോറി, ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ ടോപ്പിക്. So let's jump into the chart. സോ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ദാണ്ട് ഇപ്പോൾ ഇവിടെ നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൽ എന്താണ് കാണുന്നത്? ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മന്ത്ലി ക്യാൻഡിലാണ്. അതായത് ഓരോ ക്യാൻഡിലും മന്ത്ലി ക്യാൻഡിലാണ്. 2002, 2004, 2006 അന്ന് മുതൽ 2023 സ്റ്റിൽ ഇപ്പോൾ വരയ്ക്കും ഉള്ള എല്ലാ ക്യാൻഡിൽസും ഇവിടെ ഉണ്ട്. അതിനാണ് ഞാൻ മന്ത്ലി ക്യാൻഡിൽ ഇട്ടത്. നമുക്ക് നമ്മുടെ ഷെയർ മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ തലതൊട്ടപ്പൻ എന്ന് പറയുന്നത് എപ്പോഴും നിഫ്റ്റി ആണല്ലോ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതിൽ ഈ മന്ത്ലി ക്യാൻഡിൽ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു നല്ല ട്രെൻഡ് ലൈൻ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ആ ട്രെൻഡ് ലൈൻ ഓരോ സമയത്തെയും കാര്യങ്ങൾ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. സോ മന്ത്ലി ട്രെൻഡ് ലൈനാണ് ഈ പ്ലോട്ട് ചെയ്തേക്കുന്നത്. അത് ഈസി ആയിട്ട് എല്ലാവർക്കും മനസ്സിലായി. ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ടച്ചസ് വന്നേക്കുന്ന പോയിന്റ് നമ്മൾ കണക്ട് ചെയ്ത് വരച്ചിരിക്കുകയാണ്. സോ നെക്സ്റ്റ് നമ്മൾ നേരെ ഇതിനകത്ത് മന്ത്ലിയിൽ വേറെ എന്തെങ്കിലും മാർക്ക് ചെയ്യാനുണ്ടോ? വേറെ ഒന്നുമില്ല. സോ നെക്സ്റ്റ് നമ്മൾ ഇനി എന്തോത്തിലോട്ട് പോകണം? നമ്മൾ വീക്കിലി ചാർട്ടിലോട്ട് പോകണം. അപ്പോൾ വീക്കിലി ചാർട്ടിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, മന്ത്ലി ചാർട്ടിൽ നമ്മൾ ഈ ട്രെൻഡ് ലൈൻ വരച്ച് കഴിഞ്ഞു. അതിനുശേഷം വീക്കിലി ചാർട്ടിൽ നമുക്ക് എന്തൊക്കെ വരയ്ക്കാനുണ്ട്? ദാണ്ട് ഇത് നല്ലൊരു സപ്പോർട്ട് സോണാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്തേക്കുന്ന പോയിന്റാണ്. അവിടെ തന്നെ വീണ്ടും വന്നതിന് ശേഷം പ്രൈസ് നല്ലൊരു പുൾ ഓഫ് അടങ്ങി വീണ്ടും നല്ലൊരു ബൈയിങ് പ്രഷർ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അത് ഒരു വീക്കിലി ബൈയിങ് സോൺ ആയിട്ട് നമുക്ക് കൂട്ടാം. അതായത് ഇപ്പോൾ കാണുന്നത് വീക്കിലി ക്യാൻഡിലാണ്, അതിൽ തന്നെ വീക്കിലി ബൈയിങ് സോൺ ആയിട്ട് നമുക്ക് കൂട്ടാം. അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ റെസിസ്റ്റൻ്റ് എടുക്കാൻ സാധ്യതയുള്ള സ്ഥലം എവിടെയാണ്? 1, 2, 3 ദാണ്ട് ഇവിടെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇനി മാർക്കറ്റിൽ എങ്ങനെയൊക്കെ മൂവ്മെൻറ്റ് നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ആൻറ്റിസിപ്പേഷനാണ്. ഇതൊരിക്കലും ഇങ്ങനെ നടക്കുമെന്നല്ല പറയുന്നത്. ഓക്കെ, ആൻറ്റിസിപ്പേഷനാണ്. അപ്പോൾ വീക്കിലി ക്യാൻഡിൽ നമ്മൾ നോക്കുമ്പോൾ വന്നു, നെക്ക് ലൈൻ വന്നു,
നേരെ ഒരു ഹെഡ് പോയി. ഇനി ഇവിടെ വന്നിട്ട് മാർക്കറ്റ് ഇപ്പോൾ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്പർ ഓഫ് ടൈം റെസിസ്റ്റൻസ് എടുത്തിട്ടുള്ളൊരു ഏരിയ ആണ്. സോ ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിന് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം? കറക്റ്റായിട്ട് ഇവിടെ വന്നു, ഈ ഒരു ബൈയിങ് സോണിൽ നിന്ന് അത് കയറി, രണ്ടാമത് നെക്ക് ലൈനിൽ വന്നു, അവിടെ വന്നിട്ട് വീണ്ടും താണ്ട് ഇവിടെ ഒരു ബൈയിങ് സോൺ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. സോ ഇവിടെ വന്നിട്ട് വീണ്ടും റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴോട്ട് വരുന്നെങ്കിൽ അതിനർത്ഥം ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ സാധ്യതയുണ്ട്. സോ അത് നമ്മളെ മനസ്സിൽ വെച്ചേക്കുക. സോ നമ്മൾ മന്ത്ലിയിൽ നോക്കി, വീക്കിലിയിൽ നമ്മൾ നോക്കി. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ കഴിയുമ്പോൾ ഇനി നമ്മൾ എന്തോതിൽ നോക്കണം? ഡെയിലി ക്യാൻഡിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ ഡെയിലി ക്യാൻഡിൽ അവസ്ഥ എന്താണ്? നിങ്ങളൊന്ന് നോക്കേ. ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ. അതിനുശേഷം മാർക്കറ്റ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. സോ നെക്സ്റ്റ് നമുക്കൊരു സെൽ ഓഫ് വരാൻ സാധ്യത എവിടാണ്? സ്വാഭാവികമായിട്ടും നമ്മളെ റീറ്റെയിലേഴ്സ് എന്തായിരിക്കും ചിന്തിക്കുന്നത്? ഉറപ്പായിട്ടും ഈ പറയുന്ന പോർഷൻ ആയിരിക്കും. ഞാൻ കറക്റ്റ് പറയുവാണെങ്കിൽ 17,000, നിങ്ങൾക്ക് സൈഡിൽ കാണാം 17,765, ആ ഒരു റേഞ്ചിലായിരിക്കും നമ്മൾ റീറ്റെയിലേഴ്സ് ഏറ്റവും കൂടുതൽ സെൽ ഓഫ് പ്രതീക്ഷിക്കുന്നത്. എന്താണ് അതിൻ്റെ കാരണം? നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ട് പറയുക, എന്തായിരിക്കും എൻ്റെ കാരണം? ഇവിടുന്ന് നല്ലൊരു സെൽ ഓഫ് ഉണ്ടായിട്ടുണ്ട്. കൂടാത്തതിന് അടുത്ത ലോവർ ഹൈ എന്ന് പറയുന്ന ഇതാണ്. ഈ ലോവർ ഹൈയെ ബ്രേക്ക് ചെയ്തൊരു ക്യാൻഡിൽ മുകളിലോട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ട്രെൻഡ് ചേഞ്ചായി. ആരുടെ മുമ്പിൽ? റീറ്റെയിലേഴ്സിൻ്റെ മുമ്പിൽ ട്രെൻഡ് ചേഞ്ചായി. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എപ്പോഴും വേണ്ടുന്നത് എന്താണ്? സ്റ്റിമുലേഷനാണ്. ഇപ്പോൾ സ്റ്റിമുലേഷൻ എന്ന് പറയുന്ന വാക്കൊന്നും കേട്ട് നിങ്ങൾ ഇതാവണ്ട, നമ്മുടെ സീരീസ് വരുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് ഞാനത് പറഞ്ഞുതരാം. അവർക്ക് വേണ്ടുന്നത് സ്റ്റിമുലേഷനാണ്. അതായത് സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒരു ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകുമെന്ന് അതായത് ഇന്ദ്രൻസ് ഒരു പടത്തിൽ പറയത്തില്ലേ, അതായത് ഇരയെ വേട്ട അവസാനിപ്പിച്ചെന്ന് വിശ്വസിക്കുന്നവനാണ് ഏറ്റവും വലിയ ക്രിമിനൽ എന്ന് പറയത്തില്ല. അതുപോലെ നമ്മൾ വിചാരിക്കും ഇവിടുന്ന് താണ്ട് അപ് ട്രെൻഡിലോട്ട് തിരിയാൻ പോകുവാണെന്ന് വിചാരിക്കുമ്പോൾ നെക്സ്റ്റ് ഇവിടുന്ന് നേരെ വന്നിട്ട് നമ്മുടെ വീക്കിലിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടുത്തെ നല്ലൊരു സപ്ലൈ സോണിൽ നിന്ന് വേണമെങ്കിൽ താഴോട്ട് വരാം. ഓക്കെ, അപ്പം ഇതും ഒരു ഘടകമാണ്. അപ്പം നിഫ്റ്റിയുടെ കേസ് എന്താണെന്നുള്ളത് കണ്ടല്ലോ. ഇതാണ് നിഫ്റ്റിയുടെ ഒരു ഓവറോൾ ലോങ്ങർ വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലോങ്ങർ വ്യൂ ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇവിടെ ഇങ്ങനെ ഇരുന്നതിന് ശേഷം നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയിലോട്ടൊന്ന് പോവാം. ബാങ്ക് നിഫ്റ്റിയിലും സെയിം കഥ, ആ ലോങ്ങർ കഥ എന്താണെന്നുള്ളത് നമുക്കറിയണമെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം? മന്ത്ലിയിൽ നിന്ന് തുടങ്ങണം. അപ്പോൾ മന്ത്ലിയിൽ നമ്മൾ നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു ചാനലായിട്ട് അപ്പും ഡൗണും കിട്ടാനില്ല. പക്ഷേ എന്താ കിട്ടാനുണ്ട്? ഒന്ന് നോക്കേ, മന്ത്ലി ക്യാൻഡിലാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ടൈംസ് അടിപൊളിയായിട്ട് റെസ്പെക്ട് ചെയ്തേക്കുന്ന ഏരിയ കണ്ടു. അതിനുശേഷം ഈ മാസം പോകാനായിട്ട് ശ്രമിച്ചു. അവിടുന്ന് സെൽ ഓഫ് വന്നിട്ട് ട്രെൻഡ് ലൈന് താഴെ തന്നെ ക്ലോസ് ചെയ്തു. ആ ട്രെൻഡ് ലൈൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ആ ട്രെൻഡ് ലൈൻ ഇടിച്ചിട്ട് മാർക്കറ്റ് ഇപ്പോൾ ഇറങ്ങി ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടത്. സോ മന്ത്ലിയിൽ നമുക്ക് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ഈ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസും, രണ്ട് ഈ പറയുന്ന ഏറ്റവും കൂടുതൽ മാസം ടച്ച് ചെയ്തേക്കുന്ന ലെവൽ കണ്ടല്ലോ ഈ പറയുന്ന ലെവൽ. സോ ഇതൊരു മന്ത്ലി സപ്പോർട്ടായിട്ട് നമുക്ക് കരുതാം. ഇത് ഒരു മന്ത്ലിയുടെ ട്രെൻഡ് ലൈനായിട്ട് നമുക്ക് കരുതാം. സോ നെക്സ്റ്റ് നമ്മൾ എന്തോത്തിലോട്ടാണ് പോകുന്നത്? ഇതെല്ലാം നിങ്ങളും ചെയ്ത് നോക്കണം. നിങ്ങളുടെ ചാർട്ടിൽ മസ്റ്റായിട്ട് മാർക്ക് ചെയ്തിരിക്കണം. കാര്യം നമ്മൾ വീണ്ടും ഒന്നേന്നും പറഞ്ഞ് നമ്മുടെ സ്റ്റഡിയെ ഒന്ന് തട്ടിക്കുടഞ്ഞെടുക്കാൻ പോവുകയാണ്. ഇന്നങ്ങ് കൂടെ പിടിച്ചു തുടങ്ങിയ ബാക്കി നമ്മുടെ ഷോയും കൂടെ ആകുമ്പോൾ നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയിരിക്കുമെന്ന് 100% ഞാൻ ഉറപ്പ് പറയുന്നു. ഓക്കെ, സോ അടുത്ത വീക്കിലിയിലോട്ട് വരുമ്പോൾ എന്താണ്? വീക്കിലിയിൽ ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് സോണായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. നോക്കി, കാര്യം മന്ത്ലിയിൽ ഇങ്ങനെ ഒരു വിക്ക് വന്നിട്ട് അകത്ത് കയറി ക്ലോസ് ആയി. പക്ഷേ വീക്കിലിയിൽ അതിൻ്റെ മുകളിൽ ക്ലോസ് വെച്ചു. പക്ഷേ ഈ പറയുന്ന ഒരു പ്രൈസ് ആക്ഷൻ ലെവൽ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്തേക്കുന്ന ഒരു സ്ഥലമാണ്. വീക്കിലിയിൽ ഇനി ഏതാണ് ഒരു ട്രെൻഡ് ലൈനായിട്ടുള്ളത്? മാന്യമായിട്ടൊരു ട്രെൻഡ് ലൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ. നോക്കേ, നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്ത് വരുന്നൊരു ട്രെൻഡ് ലൈൻ നമുക്കിവിടെ കാണാം. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നെക്സ്റ്റ് എവിടെ നിന്നാണ് വീക്കിലിയിൽ നമുക്ക് റെസിസ്റ്റൻസ് കിട്ടാൻ സാധ്യത? ഈ പറയുന്ന ലൈൻ. സോ ഈ പറയുന്ന ലൈൻ എല്ലാം നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും. സോ നെക്സ്റ്റ് നമ്മൾ പോകേണ്ടുള്ളത് എവിടെയാണ്? ഫിൻ നിഫ്റ്റിയിലാണ്. സോ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ നമുക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടില്ല. സോ ഫിൻ നിഫ്റ്റിയിൽ നമുക്ക് പോകാൻ വേണ്ടി അതും നമുക്ക് മന്ത്ലി ക്യാൻഡിലിൽ നിന്ന് തുടങ്ങാം. മന്ത്ലി ക്യാൻഡിലിൽ തുടങ്ങുന്നു. ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ടൈംസ് റെസിസ്റ്റൻസ് എടുത്തേക്കുന്ന ഏരിയ നമ്മൾ കറക്റ്റായിട്ട് ട്രെൻഡ് ലൈൻ പ്ലോട്ട് ചെയ്യുന്നു. അതിനുശേഷം മന്ത്ലിയിൽ നമുക്ക് എന്തെങ്കിലും മാർക്ക് ചെയ്യാനുണ്ടോ? ഇല്ല. സോ നെക്സ്റ്റ് നമ്മൾ ഇനി എന്തോതിലോട്ടാണ് പോകുന്നത്? നമ്മൾ നേരെ പോകണം, വീക്കിലിയിലോട്ട് പോകണം. സിമ്പിളായിട്ടാണ്, വളരെ സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ സിമ്പിളായിട്ട് പോകുമ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് ഇങ്ങനെ കയറി അപ്പർ ലെവലിൽ വന്നു. കറക്റ്റ് ഈ ഒരു റെസിസ്റ്റൻസ് എടുത്തേക്കുന്നത് വീക്കിലി റെസിസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നത്. ഈ കാണുന്ന
ഈ കാണുന്ന ഏരിയ ഉണ്ടോ, അത് വീക്കിലി റെസിസ്റ്റൻസ് ആണ്. സോ അവിടുന്ന് മാർക്കറ്റ് വന്നു, വീണ്ടും ഒരു ബൈയിങ് പ്രഷർ ഉണ്ടായി, ഒരു ഹെഡ് എടുത്തിട്ട് അവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ മെയിൻറ്റെയിൻ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇഫ് ഈ ട്രെൻഡ് ലൈനെ ഇനി ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ, ബ്രേക്ക് ചെയ്തിട്ട് എവിടം വരെ പോകാം, ഈ റെസിസ്റ്റൻസ് ഏരിയ വരെ പോയിട്ട് മാർക്കറ്റ് വീണ്ടും താഴോട്ട് വരുവാണെങ്കിൽ ഇവിടം വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതും ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ എക്സാക്ട്ലി നമുക്കൊരു ഹെഡ് ആൻഡ് ഷോൾഡർ ഫോർമേഷൻ കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് വിചാരിക്കാം. ഇതാണ് ഒരു ലോങ്ങർ വ്യൂ. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് വീക്കായി ഓൾ ടൈം ഹൈ എന്നായിരിക്കും റിജക്ഷൻ വരുന്നത്. സോ ഇവിടെ എന്തുകൊണ്ട് ഹെഡ് ആൻഡ് ഷോൾഡർ വീക്ക് ആവാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറയുന്നത്, ബിക്കോസ് ഫിൻ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഹൈലി കണക്റ്റഡ് ആണ്. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു സെറ്റപ്പ് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ്. സോ ബാങ്ക് നിഫ്റ്റിയിലും ഇവിടെ ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ നമുക്കൊരു സംഭവമുണ്ട്, ഫിൻ നിഫ്റ്റിയിലും ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ ഒരു സംഭവമുണ്ട്. സോ മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് ഇവിടുന്ന് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ വിത്തിൻ ഒരു 5 to 10 മിനിറ്റ്സിനിടയിൽ ഒരു ലോങ്ങർ വ്യൂവിലുള്ള കാര്യം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് എന്തെങ്കിലും കഷ്ടപ്പാടുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? വലുതായിട്ട് കഷ്ടപ്പാടൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന രീതിയിലാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്രദമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ഇനി അടുത്ത തലത്തിലോട്ട് പോകണമെങ്കിൽ നമുക്ക് എന്താ അറിയണം, ഒരു ലോങ്ങർ വ്യൂ പെർസ്പെക്റ്റീവ് നമുക്ക് മനസ്സിലാക്കി ഇനി നമുക്ക് എന്താണ് ഒരു മന്ത്ലിയിലും വീക്കിലിയിലുമുള്ള CPRൻ്റെ ഒരു സെറ്റപ്പ് എന്ന് നമുക്കൊന്ന് അറിയണ്ടേ. അതറിയാൻ വേണ്ടി നമുക്ക് എന്തോ തീർന്ന് തുടങ്ങാം. ജസ്റ്റ് 1 സെക്കൻഡ്. അപ്പോൾ മന്ത്ലിയിൽ പറയാൻ നിന്നാൽ CPR ഭയങ്കര വൈഡ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന വീക്കിലിയിലാണ്. കാര്യം മന്ത്ലിയിലെ കാര്യങ്ങൾ ഓൾറെഡി നമ്മളിപ്പോൾ ചാർട്ട് ആ ഒരു ട്രെൻഡും ബാക്കിയുള്ള കാര്യങ്ങളും വെച്ച് പറഞ്ഞു. ഇനി ആ ഒരു വീക്കിലി CPR വെച്ച് നോക്കുന്നതായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം കാര്യം. നമ്മൾ ഒരു വീക്കിലി ഓപ്ഷൻ സെല്ലേഴ്സ് ആയാലും ഇനി ബയേഴ്സ് ആയാലും എല്ലാം നമുക്ക് വീക്കിലിയെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സോ ഫസ്റ്റ് നമുക്ക് നിഫ്റ്റിയിൽ നിന്ന് തുടങ്ങാം, ചാർട്ടിലോട്ട് പോകാം. സോ നിഫ്റ്റിയിൽ നിങ്ങൾക്ക് കാണുന്നത് പോലെ വീക്കിലി CPR ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന എല്ലാ CPRും വീക്കിലി CPR. അതിനകത്ത് നോക്കേ ഒരു ലോവർ ഡിസെൻഡിങ് CPRൽ ഇങ്ങനെ ഡിസെൻഡിങ് CPR വന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് കറണ്ട് നമ്മുടെ CPR, അതായത് ഈ ആഴ്ചത്തെ CPR എന്താണ് കാണിക്കുന്നത്, ഇത്രയും നാൾ ഡൗൺ ആയിട്ട് വന്നുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ ഒരു ഓപ്പോസിറ്റ് സൈഡിലോട്ടുള്ള മൂവ് കാണിക്കുന്നു. സോ മോസ്റ്റ് പ്രോബബ്ലി ഇത് താഴോട്ട് വന്നാൽ നിഫ്റ്റിയിൽ വീക്കിലി CPR തന്നെ അത്യാവശ്യം മാന്യമായിട്ടൊരു വൈഡ് CPR ആയിട്ടാണ് കാണുന്നത്. സോ ഈ ആഴ്ച ഒരു കൺസോൾട്ടേഷൻ ഉള്ള സെറ്റപ്പ് വളരെ വളരെ കൂടുതലാണ്. അത് നമ്മൾ ഇൻട്രാഡേയിലെ ബാക്കിയുള്ള കാര്യങ്ങളൂടെ ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കേ, അത്യാവശ്യം വൈഡ് CPR ആണ്, അതിൽ തന്നെ ഡിസെൻഡിങ് CPR ആയിട്ട് വന്നുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു അസെൻഡിങ് CPRൽ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ വൈഡ് CPR ആണ്. ആ വൈഡ് CPRൻ്റെ അകത്ത് തന്നെ ഒരു ഡൈനാമിക് സോൺ സപ്പോർട്ട് നമുക്ക് വരുന്നുണ്ട്. സോ മോസ്റ്റ് പ്രോബബ്ലി താഴോട്ട് ഇറങ്ങിയാലും ഇതിന് താഴോട്ട് പോകാൻ ഈ ആഴ്ച വളരെ സാധ്യത കുറവാണ്. സോ ഇതാണ് ഒരു വീക്കിലി CPRൻ്റെ നിഫ്റ്റിയുടെ വ്യൂ. ഇനി നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലോട്ട് പോവുകയാണെങ്കിലോ എക്സാക്ട്ലി സെയിം കാര്യം തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ ഒരിക്കലും നമുക്ക് ഒരു ട്രെൻഡ് ഡൗൺ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നോക്കുമ്പോഴത്തേക്ക് ഓക്കെ ശരിയാണ്, ഇതാണ്ട് ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുമല്ലേ, പക്ഷേ ആക്ച്വലി ഇത് ഡൗൺ എന്നല്ല നമ്മൾ പറയേണ്ടുള്ളത്. ഇത് ആക്ച്വലി ഒരു കൺസോൾട്ടേഷൻ ഫേസ് എന്ന് വേണം പറയാൻ. കാര്യം നോക്കേ, 1 2 3 4 5 ഒരേ സ്ഥലത്ത്, 1 2 3 4 5 6 7 ഒരേ സ്ഥലത്ത്, 1 2 3 ഓൾമോസ്റ്റ് സെയിം സ്ഥലത്താണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ ഒരു 5 ആഴ്ചയെ വെച്ച് നോക്കുവാണെങ്കിൽ CPR താഴെ വന്നുകൊണ്ടിരുന്നതിന് ശേഷം ഇപ്പം മുകളിലോട്ട് മാറിയിട്ടുണ്ട്. എക്സാക്ട്ലി നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിലും കഴിഞ്ഞ ആഴ്ച ഒരു ട്രെൻഡിങ് ആയതുകൊണ്ട് ഈ ആഴ്ച അത്യാവശ്യം വൈഡ് CPR ആയിട്ടാണ് കാണുന്നത്. ഇൻ കേസ് ഇനി പോയാലും എവിടം വരെ പോകാൻ, ഇത്രയും വരെയൊക്കെ പോകാനുള്ള സാധ്യത നമ്മുടെ ഇൻട്രാഡേ ചാർട്ടിലോട്ട് വരുമ്പോൾ ഉള്ള ടഫാണ്. എന്നാലും നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്, പൊതുവേ ഈ ആഴ്ച കുറച്ച് മന്ദതയാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇനി ഫിൻ നിഫ്റ്റിയുടെ ചാർട്ട് എടുത്താലും സെയിം കഥ തന്നെയാണ് പറയാനുള്ളത്. പക്ഷേ ഈ പറയുന്ന എല്ലാം നമുക്ക് റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത പറഞ്ഞാൽ ഇവിടെ എല്ലാം ഒരു ഗ്യാപ്പ് കിടപ്പുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി മൂന്നിലും ഒരു ഗ്യാപ്പ് കിടപ്പുണ്ട്. സോ മോസ്റ്റ് പ്രോബബ്ലി താഴോട്ട് വന്നാലും ആ ഒരു ഗ്യാപ്പിനെ റെസ്പെക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് സെറ്റപ്പിൽ ഈ ആഴ്ച തീരാനുള്ള സാധ്യതയാണ് കൂടുതൽ. മോസ്റ്റ് പ്രോബബ്ലി ഓപ്ഷൻ സെല്ലേഴ്സിനുള്ള സാധ്യത കൂടുതലാണ്, പ്രോഫിറ്റ് ആവാനുള്ള. ഓക്കെ, സോ ഇതാണ് നമ്മുടെ വീക്കിലിയിലെ കഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്താണ് നമുക്ക് അറിയേണ്ടുള്ളത്? നമ്മൾ മന്ത്ലിയിൽ പോയി ലോങ്ങർ പെർസ്പെക്റ്റീവിലുള്ള കാര്യം നമ്മൾ നോക്കി, വീക്കിലി CPR എന്താണ് അവസ്ഥ നമുക്ക് കാണിച്ചു തരുന്നതെന്നുള്ള കാര്യം നമ്മൾ നോക്കി. ഇനി ഞാൻ ഡെയിലി ഓരോ ഷോയിലും അങ്ങോട്ട് പറയുമ്പോഴത്തേക്ക് ഒരു ചാർട്ട് എടുത്ത് നിങ്ങളെ വെച്ചിട്ട് കാണിക്കുന്നുണ്ട്. ആ ചാർട്ട് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രാന്താവുന്നുണ്ടെന്ന് നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് പേഴ്സണലി എനിക്ക് വാട്സപ്പ് ചെയ്യാറുണ്ട്.
അതെനിക്ക് നല്ല വൃത്തിക്ക് അറിയാം. അപ്പോൾ അതിന് പരിഹാരമായിട്ട് നിങ്ങൾക്ക് ഓരോ പോയിന്റും ഏതൊക്കെയാണെന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമാവും എന്നായിരുന്നു നിങ്ങൾ പറഞ്ഞിരുന്നത്. സോ അതിനുവേണ്ടി നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളതും കൂടെ ഞാൻ നിങ്ങൾക്ക് ചുരുക്കി ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, അതിനുവേണ്ടി ഇനി നമുക്ക് ഇൻട്രാഡേ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാനായിട്ട് ചാർട്ടിലോട്ട് പോവാം. ലെറ്റ്സ് ജമ്പ് ടു ദ ചാർട്ട്. സോ ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതാണ്ട് ഇതിപ്പോൾ നമ്മുടെ സാധാ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽസ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ പ്രൈസ് ആക്ഷനും കാര്യങ്ങളും ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്ക് തന്നെ മാർക്ക് ചെയ്യാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് മുഹമ്മദ് നജീബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു സഹായവും ആവശ്യമില്ല. പണ്ടും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ബേസിക് കാര്യമാണ്. ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ വരയ്ക്കുന്നത് സിമ്പിൾ ഇതാണ്ട്. ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്തേക്കുന്ന സ്ഥലം എവിടെയാണ് അവിടെ നമ്മൾ സപ്പോർട്ടായിട്ട് വരയ്ക്കുക. ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ചെയ്തേക്കുന്ന മാർക്കറ്റ് പ്രൈസിന് മുകളിലുള്ള സ്ഥലം ഏതാണ് അതാണ് റെസിസ്റ്റൻ്റ് ഏരിയ ആയിട്ട് നമ്മൾ വരയ്ക്കുന്നത്. ദാറ്റ് ഈസ് സിംപ്ലി ദാറ്റ്സ് പ്രൈസ് ആക്ഷൻ, അത്രേ ഉള്ളൂ. അപ്പോൾ ആ പ്രൈസ് ആക്ഷൻ തന്നെ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാനായിട്ട് ഇപ്പോൾ 1 അവറിൽ റെസ്പെക്ട് ചെയ്തേക്കുന്ന അതേ സ്ഥലം തന്നെ 50 മിനിറ്റിലൂടെ ഉണ്ടെങ്കിൽ അത് ഡബിൾ കൺഫർമേഷൻ ആണ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ മോർ ദാൻ ദാറ്റ് എന്തെനിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യമാണ് ഞാനിവിടെ ശ്രമിക്കുന്നത്. സോ അതിനുവേണ്ടി നിഫ്റ്റിയിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുതരാം. ഞാൻ കുറച്ച് മുമ്പേ നിങ്ങളടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ സിംപ്ലി സെല്ലിംഗ് സോൺ. സിംപ്ലി സെല്ലിംഗ് സോൺ എന്ന് പറഞ്ഞാൽ അവിടെ ഒരിക്കലും റീറ്റെയിൽ അല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ വെച്ച് നമ്മൾ പൊതുവെ ഒരു സെക്കൻഡ് നമുക്ക് നേരിട്ട് സംസാരിക്കാം. അപ്പോൾ നമുക്ക് പൊതുവേ ഉള്ളൊരു രീതിയുണ്ട്. അതായത് എന്താണ് നമുക്ക് പൊതുവേ ഉള്ള രീതി എന്ന് പറഞ്ഞാൽ, ഏറ്റവും മാർക്കറ്റിൻ്റെ ടോപ്പിൽ നിന്ന് ട്രെൻഡ് ചേഞ്ച് ചെയ്യുന്നവരാരോ അവരാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ളൊരു ചിന്താഗതിയാണ്. ആ ചിന്താഗതി നമ്മൾ മാറ്റണം. ആ ചിന്താഗതി നമ്മൾ മാറ്റിയതിന് ശേഷം ഇൻസ്റ്റിറ്റ്യൂഷൻസ് എവിടെ ഇരിക്കുന്നത് കണ്ടുപിടിക്കണം. മേ ബി നല്ലൊരു റെസിസ്റ്റൻറ്റ് ലെവലിൽ നല്ലൊരു സ്ട്രിക്റ്റ് CPRും അവിടെ നല്ലൊരു മന്ത്ലി പിവറ്റ് റെസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ചിലപ്പോൾ ആദ്യം നമ്മുടെ റീറ്റെയിലേഴ്സും സ്റ്റാർട്ട് ചെയ്തെന്ന് വരാം സെൽ ഓഫ്. പക്ഷേ അതിന് ശേഷമായിരിക്കാം ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെൽ ഓഫ് വരുന്നത്. അപ്പോൾ എന്തിനാണ് ഇത് ഞാനിവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ആ സെൽ ഓഫ് റൗണ്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ മാർക്കറ്റ് എന്തായാലും തിരിച്ച് മൂവ് ആവുമല്ലോ. തിരിച്ച് മൂവ് ആകുമ്പോൾ നമ്മൾ എവിടെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കും? ഏറ്റവും മുകളിൽ സെല്ലിംഗ് എവിടെ നിന്നാണോ വന്നത് അവിടെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ മിക്കപ്പോഴും നമ്മൾ കാണുന്നതാണ് ഏറ്റവും മുകളിൽ പോകുന്നതിന് മുമ്പ് തന്നെ മാർക്കറ്റ് തിരിച്ച് വീണ്ടും ഒരു റൗണ്ട് സെൽ ഓഫ് കൂടെ വരുന്നത്. അതെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒരു സെൽ ഓഫ് സ്റ്റാർട്ട് ചെയ്ത് ചിലപ്പോൾ ഒരു കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആയിരിക്കാം മേ ബി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നത്. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എവിടെയാണോ എൻട്രി ആവുന്നത് അവിടെ വരുമ്പോഴായിരിക്കും രണ്ടാമത് അവിടുന്ന് സെൽ ഓഫ് സംഭവിക്കുന്നത്. സോ അവിടെ എത്തുമ്പോഴത്തേക്ക് അവരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാതിരിക്കാൻ അവർ മാർക്കറ്റിനെ അവിടുന്ന് റിവേഴ്സ് ആവും. സോ അങ്ങനെ ഏതൊക്കെ സാഹചര്യത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കയറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി സിംപ്ലി അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ അവരെവിടെയൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നിഫ്റ്റിയിൽ ഒരു ബെയറിഷ് സെറ്റപ്പിൽ നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തരാൻ പോകുന്നത്. അതിൻ്റെ ഒന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത്, നമുക്ക് ചാർട്ടിലോട്ട് പോവാം. അതിൻ്റെ ഒന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ദാ സൈഡിൽ ആ നീല ഏരിയയിൽ നിങ്ങൾക്ക് കാണാമല്ലോ 18,101, 18,066 ഈ പറയുന്ന ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുക. അവിടെ 1 അവറിൽ അവരുടെ ഒരു എൻട്രി കാണുന്നുണ്ട്. ഓക്കെ, ദെൻ 17,926, 17,892 അവിടെയും 1 അവറിൽ അവിടെ ഒരു എൻട്രി കാണുന്നുണ്ട്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇതാ ഈ പറയുന്ന പോയിന്റിനായിരിക്കും. എന്തെന്നാൽ ഈ പറയുന്നതാ 17,723നും 17,675നും ഇടയിൽ അവരുടെ 1 അവറിലും ഒരു എൻട്രി കാണുന്നുണ്ട്, 50 മിനിറ്റിലും അവരുടെ ഒരു എൻട്രി കാണുന്നുണ്ട്. സോ അതിനർത്ഥം എന്തെന്ന് പറഞ്ഞാൽ 2 ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഒരു ടൈം ഫ്രെയിമിൽ കിട്ടുന്നതിനെക്കാട്ടി കൂടുതൽ വിജയ സാധ്യത അവിടെ ആയിരിക്കും. ഇനി ഒരു തെറ്റിദ്ധാരണയും കൂടെ ഞാൻ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞുതരാം. ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നേരെ ഇവിടെ എത്തുമ്പോൾ ട്രെയിൽ എടുക്കാമെന്നല്ല. ഈ ഒരു സമയത്ത് മാർക്കറ്റ് ഇവിടെ വരുന്ന സമയത്ത് ഓപ്പൺ ഇൻട്രസ്റ്റ് കറണ്ട് ഡേയിലെ ഓപ്ഷൻ സെല്ലേഴ്സ് നമുക്ക് വിപരീതമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ വിജയിക്കില്ല. അപ്പോൾ കറണ്ട് ഡേയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കണം. അത് കൂടാതെ ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ ഒരു സെറ്റപ്പും കൂടെ നോക്കിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ അവിടെ വെച്ച് നമുക്കൊരു ബെയറിഷ് എൻഗൾഫിങ്ങോ അല്ലെങ്കിൽ ഒരു ഇൻസൈഡ് ക്യാൻഡിലോ അതിൻ്റെ ഒരു ബ്രേക്കൗട്ട് കിട്ടുവാണെങ്കിൽ ഇറ്റ് വിൽ ബി മോർ സ്യൂട്ടബിൾ ഫോർ ദാറ്റ് ട്രേഡ്. ഓക്കെ, അപ്പോൾ അത് കിട്ടി. അതിനുശേഷം ഡെയിലി ഗ്യാപ്പ് ഉണ്ട്. ഡെയിലി ഗ്യാപ്പിൽ എന്താണ് ശ്രദ്ധിക്കാനുള്ളത്? അതിൻ്റെ ബോർഡേഴ്സിന് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് നൽകുക. ഇൻ കേസ് ഇനി ഒരു നാരോ CPR ആണെങ്കിൽ അത് ഫില്ലാവാനുള്ള സാധ്യത കൂടുതലാണ്. സോ ടുമാറോ ഒരു അത്യാവശ്യം മാന്യമായുള്ള നാരോ CPR എന്ന് വേണമെങ്കിൽ പറയാം. ഒപ്പം മാർക്കറ്റ് ഒരു വൈഡ് മൂവ്മെൻറ്റ് നടത്തി വേണമെങ്കിൽ ഇത് ഫില്ലാവണമെങ്കിൽ ഫില്ലാവാം. പക്ഷേ അങ്ങനെ ഫില്ലാവാനുള്ള സാധ്യത കുറവാണ്. കാര്യം എന്തുകൊണ്ടാണ്? ഈ ആഴ്ച പൊതുവേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു മന്ദമായിട്ടുള്ള മൂവാണ്. ഓക്കെ, അപ്പോൾ ഇനി ആ ഡെയിലി ഗ്യാപ്പ് ഏരിയ കിടക്കുന്ന പോയിന്റ് 17,576, 17,529.
അതിനുശേഷം ഇനി നാളത്തെ സി പി ആർ 17,888, 17,370. ഈ പറയുന്ന വളരെ 18 പോയിന്റിനിടയിലാണ് നാളത്തെ സി പി ആർ, വിച്ച് മീൻസ് നാരോ സി പി ആർ ആണ്. സോ ട്രെൻഡിങ് ഡേക്കുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ട്രെൻഡിങ് ഡേ ആണെങ്കിലും ഈ ആഴ്ച നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി ഇവിടെ തന്നെ അടുത്തൊരു ഗ്യാപ്പ് ഇവിടെ കാണുന്നുണ്ട്. ഈ ഗ്യാപ്പ് 17,205, 17,128, വിച്ച് മീൻസ് ഓൾമോസ്റ്റ് 75 പോയിന്റ്സിൻ്റെ ഒരു ഗ്യാപ്പാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. അത് മാന്യമായിട്ടുള്ളൊരു ഗ്യാപ്പ് തന്നെയാണ്. അപ്പോൾ അതിൽ തന്നെ അതിൻ്റെ അപ്പർ പോർഷൻ ഞാൻ ഒരു ലൈൻ വെച്ച് മാർക്ക് ചെയ്തേക്കുന്നു. അതിൻ്റെ റീസൺ കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ പ്രൈസ് ആക്ഷൻ. ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പ്രൈസ് റെസ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു ബോർഡർ ഏരിയ ആണ് ഈ പറഞ്ഞ 17,205. സോ മോസ്റ്റ് പ്രോബബ്ലി മാർക്കറ്റ് ആദ്യം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടുന്ന് നമുക്കൊരു സ്കാൽപ്പിംഗ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം ട്രേഡ് തരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി മാർക്കറ്റ് ഇറങ്ങി താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു എൻട്രി, ഒരു ഇൻസൈഡർ ബിഗ് പ്ലെയേഴ്സിൻ്റെ എൻട്രി ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. അതും നമുക്ക് വളരെ സ്യൂട്ടബിൾ ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ 17,022, 16,991. ഓക്കെ, ഈ പറയുന്ന കാര്യം നിഫ്റ്റിയുടെ ഇത്രയും കാര്യം പറഞ്ഞു. സോ എന്തൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഏതൊക്കെ സംഭവങ്ങളാണ് ഇതുകൊണ്ട് എടുക്കേണ്ടുള്ളതെന്നുള്ള കാര്യം നിഫ്റ്റിയിൽ പറഞ്ഞു. അപ്പോൾ ഇനി ഇതേ സെയിം കാര്യങ്ങൾ ബാങ്ക് നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ വരാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ആക്ച്വലി ബാങ്ക് നിഫ്റ്റി ഒരു കൺസോൾട്ടേഷൻ സെറ്റപ്പിലാണ് സത്യത്തിൽ നിൽക്കുന്നത്. നമുക്കൊരു ട്രെൻഡായിട്ടൊക്കെ തോന്നും, അല്ലെങ്കിൽ ഒരു ബെയറിഷ് സെറ്റപ്പായിട്ടൊക്കെ തോന്നുമെങ്കിലും ഈ പറയുന്ന രീതിയിൽ ബാങ്ക് നിഫ്റ്റി മിക്കപ്പോഴും കിടക്കുന്ന ഒരു കൺസോൾട്ടേഷൻ ഏരിയയാണ്. അതുകൊണ്ടാണ് ഇത്രയും എൻട്രീസിൻ്റെ അല്ലെങ്കിൽ ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു പ്രസൻസ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. സോ ഇവിടെ ഈ ഒരു 2 ലൈൻ കാണുന്നത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അത് നേരത്തെ ചാർട്ടിൽ പറഞ്ഞില്ല. ഇവിടെ ആ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ ട്രെൻഡ് ലൈൻ നിങ്ങൾ കണ്ടോ, ഈ ട്രെൻഡ് ലൈന് 2 ബോർഡർ ഉണ്ട്. ഒന്ന് ഈ ബോർഡറിനെ വളരെയധികം മാന്യമായിട്ട് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പറയുന്ന അപ്പർ ബോർഡറിനെയാണ് അതിൻ്റെ എല്ലാം ടോപ്പ് ലെവലിൽ റെസ്പെക്ട് ചെയ്തേക്കുന്നത്. സോ ഈ പറയുന്ന 2 ട്രെൻഡ് ലൈനും റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. സോ അഗെയിൻ ബാക്ക് ടു 15 മിനിറ്റ്സിലോട്ട് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു ബെയറിഷ് ഇൻസൈഡർ 1 അവർ എന്താണ്, കാര്യങ്ങൾ എന്താണ്, എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഡെയിലി ഗ്യാപ്പ് ഇവിടെ ഉണ്ട്. അത് ഡെയിലി ഗ്യാപ്പിൽ എങ്ങനെയാണ് ട്രേഡ് എടുക്കാനുള്ളതെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നാളെ ഇവിടെ നമുക്ക് ഒരു വെർജിൻ സി പി ആർ കാണുന്നുണ്ട്. വെർജിൻ സി പി ആറിൻ്റെ ലെവല് 40,000 ഒന്നുമില്ല. ലാസ്റ്റ് ഡേയിലെ സി പി ആർ തന്നെയാണ് വെർജിൻ സി പി ആർ എന്ന് പറയുന്നത്. പിന്നെ അതിന് തൊട്ട് മുകളിലായിട്ട് ഒരു ബുള്ളിഷ് പ്രസൻസ് കാണിക്കുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ. ടുമാറോ സി പി ആർ എന്ന് പറയുന്നത് 40,772.6, 40,688. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ലെവലെല്ലാം ഓൾറെഡി ഞാൻ നിഫ്റ്റി പറഞ്ഞതുപോലെ ബാങ്ക് നിഫ്റ്റിയിലും ഇതേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ലെവൽ നിങ്ങൾക്ക് ഒന്നുകൂടെ എല്ലാവരും പറഞ്ഞതുപോലെ ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി 39,962, 39,675, ഈ പറയുന്ന 300 പോയിന്റിനിടയിൽ ഒരുപാട് തരത്തിലുള്ള സപ്പോർട്ട് കാണുന്നുണ്ട്. അത് 1 അവറിലൊരു ബുള്ളിഷ് എൻട്രി കാണുന്നുണ്ട്. അവിടെ 15 മിനിറ്റിൽ ബുള്ളിഷ് എൻട്രി ഉണ്ട്. ഇവിടുന്ന് ഒരു യൂഷ്വൽ റീറ്റെയിലേഴ്സിൻ്റെ ബൈയിങ് എസൻസ് കാണുന്നുണ്ട്. അതിന് നടുക്കാൻ ഒരു വെർജിൻ സി പി ആർ ഉണ്ട്. സോ ഇതെല്ലാം കൂടെ വരുമ്പോൾ ആ ഒരു പോയിന്റ് വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു പോയിന്റാണ്. അവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കണ്ണും പൂട്ടി വേണമെങ്കിൽ അന്നത്തെ ദിവസത്തെ OIയും കൂടെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഇനി നാളത്തെ എൻട്രി എങ്ങനെ എടുക്കാമെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇവിടെ സി പി ആർ ആണ്. സോ ഇനി മാർക്കറ്റ് എങ്ങനെ ഓപ്പൺ ആകുന്നു എന്നുള്ളതിലാണ് കാര്യം. സോ ഇതിന് മുകളിലാണെങ്കിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിലാണ്. പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിലെന്ന് പറഞ്ഞാൽ വിച്ച് മീൻസ് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ചേഞ്ച് ആയി. സോ ഇനി എവിടെന്നെങ്കിലും ഒരു സെൽ ഓഫ് ജസ്റ്റ് ഒന്ന് കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഈ ട്രെൻഡ് ലൈൻ, സെക്കൻഡ് ഈ ഗ്യാപ്പ് ഫുള്ളി ഫില്ലാവാം. ഈ ഗ്യാപ്പ് ഫുള്ളി ഫില്ലാവാം എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ്? ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഗ്യാപ്പ് തൊട്ടടുത്ത് തന്നെയാണ്. കൂടാത്തതിന് ബാങ്ക് നിഫ്റ്റിയിൽ ടുമാറോ സി പി ആർ എന്ന് പറഞ്ഞത് വളരെ നാരോ റേഞ്ചാണ്. അതായത് ഒരു 100 പോയിന്റ് എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയ കേസൊന്നുമല്ല. സോ ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ ഒരു പ്രീവിയസ് ഹൈയുടെ മുകളിൽ നിന്ന് നമുക്ക് റിജക്ഷൻ ആണ് കിട്ടുന്നതെങ്കിൽ അത് നാളത്തെ സി പി ആർ വന്നിട്ടായിരിക്കും പിന്നെ പോകാൻ സാധ്യത. ഇവിടുന്ന് തന്നെ നല്ല രീതിയിൽ ബുള്ളിഷ് ബയാസ് കാണിക്കുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതിൽ തന്നെ ഒരു സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി ഇവിടെ വെച്ച് വേണമെങ്കിൽ എടുക്കാം. സെക്കൻഡ്, ഇവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് OIയും കാര്യങ്ങളും നോക്കിയിട്ട് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നതാണ്. അതേ സമയത്ത് നമ്മുടെ വീക്കിലിയിലെ ആ ഒരു വീക്കിലി സി പി ആറിൽ എവിടെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളോടെ നോക്കിക്കൊള്ളുക. പിന്നെ നാളെ ആകുമ്പോഴത്തേക്ക് നമുക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസും എല്ലാ കാര്യങ്ങളും കിട്ടിക്കോളും. ഈ പറയുന്ന ഞാൻ 2 ഓക്കെ, ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് ഞാൻ 3 കാര്യങ്ങളാണ് ഞാൻ ഇടുന്നത്. ഇതിനകത്ത് ആദ്യം കാണുന്ന റെസിസ്റ്റൻസ് ഏരിയ ഇല്ലേ, ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഡെയിലി റെസിസ്റ്റൻസ് ആണ്. ഈ കാണുന്ന രണ്ടാമത്തെ റെസിസ്റ്റൻസ് എൻ്റെ വീക്ക്ലി റെസിസ്റ്റൻസ് ആണ്. ഈ കാണുന്ന മൂന്നാമത്തെ റെസിസ്റ്റൻസ് എൻ്റെ മന്ത്ലി റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ എനിക്ക് ക്ലിയർ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടും?
വളരെ വാല്യുബിളായിട്ട് ചുമ്മാ ഡെയിലി പിവറ്റിൻ്റെ കുറേ റെസിസ്റ്റൻസ് സപ്പോർട്ടും എടുത്ത് വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഡെയിലിയുടെയും കിട്ടണം, വീക്കിലിയുടെയും കിട്ടണം, മന്ത്ലിയുടെയും കിട്ടണം. ഇതിനിടയിലെല്ലാം എന്തൊക്കെ പോയിന്റ്സ് എവിടെയൊക്കെ ഉണ്ടെന്ന് നമ്മൾ നോക്കുന്നു. അതിനാനുപാതികമായിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ്. സോ ഇങ്ങനെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ക്ലബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ സ്യൂട്ടായിട്ട് വരും. പിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞതിലും കുറച്ച് ക്ലാരിറ്റി കുറവോ കാര്യങ്ങളോ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, വരും ദിവസങ്ങളിൽ നമുക്ക് മാറ്റിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ഞാൻ ഒന്നുകൂടെ എല്ലാം ഒന്ന് വരച്ച് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും കൂടെ അത് ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ സത്യത്തിൽ ഇപ്പോൾ പെട്ടെന്ന് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇന്നലെ ഞാൻ ഷോയിൽ പറഞ്ഞതാണ്, ഇന്നത് ചെയ്യേണ്ട കാര്യമില്ല. എനിവേസ് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നേ പെടട്ടെ. അപ്പോൾ മാർക്കറ്റിന് ഒന്നുകൂടെ ഒന്ന് റെസ്യൂം ചെയ്ത് എല്ലാവർക്കും ഒന്ന് തട്ടിക്കൊടഞ്ഞ് എടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. മാക്സിമം ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതും എല്ലാം നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക, അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുക. ഓക്കെ, ബാക്കി കാര്യങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ നമുക്ക് അടിപൊളിയാക്കാം. സോ അത്രയേ ഉള്ളൂ. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എനിക്കും വേറൊരു സ്ഥലത്ത് അർജൻറ്റായിട്ട് പോകേണ്ടതായിട്ടുണ്ട്. സോ സ്റ്റേ ട്യൂൺ. നാളെ നമുക്ക് ലൈവ് മാർക്കറ്റിൽ മാക്സിമം പ്രസൻസ് നമ്മൾ തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എങ്കിൽ, അല്ലാത്ത പക്ഷം ബാക്കി സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഇന്ന് എങ്ങനെ ട്രേഡ് ചെയ്യണമെന്നുള്ളത് ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ബാക്കി നാളെ നമുക്ക് ഷോയിൽ കാണാം, അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ടെലഗ്രാമിലൂടെ തന്നെ നാളെ കാണാനായിട്ട് ശ്രമിക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.